ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഷെയറിനെ പറ്റിയും ഷെയർ മാർക്കറ്റിനെ പറ്റിയും ഷെയർ വാങ്ങുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതുപോലെ നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ട പോലെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സെൻസെക്സ്, നിഫ്റ്റി, ഓഹരി വിപണി ഇടിഞ്ഞു, കയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണിത്, എന്താണ് ഷെയർ എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സപ്പോസ് എനിക്കൊരു കമ്പനിയുണ്ട്. എൻ്റെ കമ്പനി ഓറഞ്ച് കമ്പനി എന്നാണ് കമ്പനിയുടെ പേര്. എൻ്റെ കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ പേര് പോലെ തന്നെ ഓറഞ്ച്, എനിക്കൊരു തോട്ടമൊക്കെ ഉണ്ട്, ഓറഞ്ചിൻ്റെ ഫാമുണ്ട്. അവിടെ വിളയുന്ന ഓറഞ്ച് എന്ത് ചെയ്യും, ഞാൻ ജ്യൂസാക്കി വെക്കും. ഓക്കെ, ജ്യൂസാക്കാനുള്ള മെഷീനൊക്കെ ഉണ്ട്, എനിക്ക് വലിയൊരു കമ്പനിയൊക്കെ ഉണ്ട്, സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കമ്പനി ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് തോന്നുകയാണ്, ഞാൻ കമ്പനി മുതലാളിയാണ്, എനിക്ക് തോന്നുകയാണ് എൻ്റെ കമ്പനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചിലവാണ് എനിക്ക് വരുന്നത്? എനിക്ക് പുതിയ ആൾക്കാരെ ഹയർ ചെയ്യണം, കുറച്ച് എക്യുപ്മെൻറ്റ്സ് വാങ്ങണം, ലാൻഡ് വാങ്ങണം, അങ്ങനെ ഒരുപാട് ചിലവ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഒരു ചിലവ്, ഈ ഒരു ഫണ്ട് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും? എനിക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാം, ബാങ്ക് ലോൺ തരും. പക്ഷേ റിസ്ക് അല്ലേ? ലോണ് തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ വലിയ തോതിൽ പലിശ കൊടുക്കേണ്ടി വരും ലോണിന്. അപ്പോൾ അത് റിസ്ക്കാണ്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ കമ്പനിയുടെ, ഈ ഓറഞ്ച് കമ്പനിയുടെ ഒരു പാർട്ട്, ഒരു ഭാഗം എന്ത് ചെയ്യുക, പബ്ലിക്കിന് കൊടുക്കുക. അവർക്ക് ഓണർഷിപ്പിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവർക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് അവർ ക്യാഷ് തരും. ആ ഒരു ക്യാഷ് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷെയർ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് കമ്പനി ഓണർഷിപ്പാണ്. അങ്ങനെ എൻ്റെ ഓറഞ്ച് കമ്പനിയുടെ പാർട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പബ്ലിക്കിനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ഫണ്ട് കിട്ടിയിട്ട് എനിക്ക് എൻ്റെ ഓറഞ്ച് കമ്പനി എക്സ്പാൻഡ് ചെയ്യാം.